അവിടെ നടക്കുന്ന യാതൊരു വിഷയത്തിലും പങ്കാളിത്തം വഹിക്കാനുള്ള ഭാഗ്യമില്ലാതെ വന്നിരിക്കുന്നു. മലപ്പുറത്തെ 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ബ്ലോക്ക് പഞ്ചായത്തും UDFന്റെ കൂടെയാണ്. 12 മുനിസിപ്പാലിറ്റികൾ, മഞ്ചേരി ഉൾപ്പെടെ 12 മുനിസിപ്പാലിറ്റികളിൽ 11 മുനിസിപ്പാലിറ്റിയും നഗരസഭയും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ്. മലപ്പുറത്ത് 94 ഗ്രാമപഞ്ചായത്തുകൾ, 94 പഞ്ചായത്തിൽ 4 പഞ്ചായത്ത് ഒഴികെ 90 ഗ്രാമപഞ്ചായത്തിലും UDFന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറുന്ന മനോഹരമായ സന്തോഷ നിമിഷത്തിലാണ് 2025 നമ്മൾ അഭിമാനത്തോടെ ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വ്യാജ പ്രചാരണത്തിലൂടെ, വർഗീയമായ ധ്രുവീകരണത്തിലൂടെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആലോചനയെ ജനങ്ങൾ ഒന്നിച്ചു പ്രതിരോധിച്ചിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് തരുന്നത്. ഒരർത്ഥത്തിലും കേരളം വർഗീയമായി വിഭജനത്തിന്റെ വഴിയിൽ പോകില്ല. തിരുവനന്തപുരത്തെ നഗരസഭയിൽ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരം കേരളത്തിൽ ഒരിടത്തും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ നമ്മൾ ഞെട്ടലോടെ ആ വാർത്ത നമ്മൾ കാണുകയും കേരളം സംഘപരിവാരത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നുവോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വന്ന വിശകലനങ്ങൾ, പൂരം കലക്കാനുള്ള കൊട്ടേഷൻ പിണറായിയുടെ പോലീസാണ്, കേരളത്തിന്റെ ആഭ്യന്തരമാണ്, RSSുമായുള്ള അണ്ടർസ്റ്റാൻഡിംഗ്. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന എന്താണ്? അച്ഛനും മോൾക്കും പുയ്യാപ്ലക്കും സ്ത്രീധനമായി കിട്ടിയതല്ല കേരളം എന്ന മൗനമായ സന്ദേശമാണ് സഖാക്കളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലയാളി നിങ്ങളുടെ കരണത്തടിച്ച് തന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദേശാഭിമാനിക്കപ്പുറം പത്രം വായിക്കുകയും കൈരളി TVക്കപ്പുറം ചാനൽ കാണുകയും ചെയ്യണം എന്ന ഒരു വിനീതമായ അപേക്ഷ ഇവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞങ്ങൾക്കുണ്ട്. വളരെ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ സമീപിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ കാണാറില്ല. പലപ്പോഴും ആ തെരഞ്ഞെടുപ്പുകളെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രവണതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലും ചെയ്യാറുള്ളത്. എങ്ങനെയാണ് അവർ അരാഷ്ട്രീയവൽക്കരിക്കാറുള്ളത്? പ്രാദേശികമായ പ്രശ്നങ്ങളെ, കുടുംബപരമായ തർക്കങ്ങളെ, വ്യക്തികൾ തമ്മിലുള്ള വൈരങ്ങളെ പോലും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഓരം ചേർന്ന് പോലും നടക്കാത്ത ആളുകളെ പ്രച്ഛന്ന വേഷങ്ങളിൽ അവതരിപ്പിക്കും. എന്നിട്ട് അവർക്ക് കുടയും വടിയും കണ്ണടയും പാറ്റയും തേളും പാമ്പും ചിഹ്നമായി കൊടുക്കും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ചു CPM ചെയ്യുന്ന പണി അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ അട്ടത്ത് വെച്ച് തെരഞ്ഞെടുപ്പിൽ അന്തസ്സോടെ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയാറില്ല. ഞങ്ങൾ കോണി ചിഹ്നത്തിലാണ്. മഞ്ചേരി നഗരസഭ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 1978 പറന്നു വീണതാണ് ഈ മഞ്ചേരി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ ഹൃദയമാണ്. മലപ്പുറത്തിന്റെ കണ്ണുപോലെയുള്ള മലപ്പുറത്തിന്റെ ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈകാരിക ദേശമാണിത്. ആനി ബസന്റ് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ മഹാസമ്മേളനം ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിന് തെരഞ്ഞെടുത്ത ദേശമാണ് മഞ്ചേരി എന്ന് പറയുന്നത്. 1921 മലബാർ കലാപത്തിന്റെ കൊടുങ്കാറ്റടിച്ചപ്പോ മഞ്ചേരിയുടെ മൺതരികൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ചേരി എന്ന് പറയുന്ന ചരിത്ര പ്രധാനമായ ഈ ദേശം, ഇവിടെ പോലും മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ യഥാർത്ഥത്തിലുള്ള ചിഹ്നം പുറത്തെടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ചില വാർഡുകളിൽ വന്നപ്പോ എന്നോട് പ്രവർത്തകർ പറഞ്ഞതാണ്. അതുകൊണ്ട് കോണി ചിഹ്നത്തിൽ അന്തസ്സോടുകൂടി ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് മുഖാമുഖം നിൽക്കാനുള്ള തന്റേടം പോലും ഇല്ലാത്ത ഇടതുപക്ഷ സുഹൃത്തുക്കളാണ് ഈ മഞ്ചേരിയിൽ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ നിങ്ങൾ തെളിയിച്ചതാണ്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയം പറയില്ല. ഞങ്ങൾ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ആരും പിരിഞ്ഞു പോകണ്ട. DJ ഡാൻസിന്റെ പിന്നിൽ നമ്മൾ ആഘോഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷമൊക്കെ നടത്തി വെടിപൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് പിരിഞ്ഞു പോകണ്ട. ഇത് മോഡൽ എക്സാമാണ്. നമ്മുടെ കുട്ടികൾ പബ്ലിക് എക്സാമിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒരു മോഡൽ പരീക്ഷ നടത്തും. 2026 ആണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കേരളത്തെ തിരിച്ചു പിടിക്കണം.
കേരളത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിൽ ഈ നാട്ടിലെ മണ്ണും മനസ്സും പുൽക്കൊടികളും പൂക്കളും മാത്രമല്ല, പാട്ടിന്റെ ഈരടികൾ പോലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്നപ്പോ നിങ്ങൾ പാട്ടിനെ പോലും അറസ്റ്റിലാക്കാൻ ശ്രമിക്കുമ്പോ നാണം കെട്ട ഭരണകൂടമേ, മലയാളി നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. 2026 നമ്മൾ പോകുന്നത്. ആ ബോധ്യത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇന്നും എറണാകുളത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത, ഗർഭിണിയായ ഒരു പെണ്ണിന്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയ പോലീസിനോട് കാര്യം ചോദിക്കാൻ ചെന്നപ്പോ കൈക്കുഞ്ഞുമായി ചെന്ന ആ അമ്മയെ കരണത്തടിച്ച പോലീസിന്റെ ചിത്രമാണ്, ആ ദൃശ്യമാണ് ഇന്ന് കേരളം കാണുന്നത്. ഇവിടൊക്കെ ധാരാളം സഹോദരിമാരുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ ധാരാളമായിട്ട് ഐക്യ ജനാധിപത്യ വീട്ടമ്മമാരുടെ ഒരു വലിയ രാഷ്ട്രീയ പ്രബുദ്ധത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഡിജിറ്റൽ മീഡിയ തന്ന സാധ്യത, പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ അടുക്കളയിലെ അമ്മമാര് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ അവർ തിരിച്ചറിയുകയാണ്. പണ്ടൊക്കെ മാർക്സിസ്റ്റുകാർ പ്രസംഗിക്കുമ്പോ നിങ്ങൾ ചെക്കോസ്ലാവാക്യയിലേക്ക് നോക്കൂ, നിങ്ങൾ യൂഗോസ്ലാവിയയിൽ നോക്കൂ എന്നൊക്കെ പറയുമായിരുന്നു. ഇന്നങ്ങനെയാണോ? ചെക്കോസ്ലാവിയയും യൂഗോസ്ലാവിയയും കുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ www. വേൾഡ് വൈഡ് വെബ്, നെറ്റീസന്റെ കാലത്താണ് നമ്മൾ രാഷ്ട്രീയം പറയുന്നത്. നെറ്റീസന്റെ കാലം, സിറ്റീസന്റെ കാലം അസ്തമിച്ചു. നെറ്റീസനോട് രാഷ്ട്രീയം പറയുമ്പോൾ ഫാക്ച്വലായി രാഷ്ട്രീയം പറയണം, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ വേണം. ഏറ്റവും കൂടുതൽ പുതുതലമുറയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് നമ്മളാണ്. ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ട കണ്ണിയൻ അബൂബക്കർ ഈ വേദിയിലുണ്ട്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഭരണതലത്തിലൊക്കെ പുതുതലമുറയുടെ ജെൻസിയാണ്. രാഷ്ട്രീയം പുതുതലമുറയുടെ ഔട്ട് ഓഫ് സിലബസ് അല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളെ, ആഘോഷത്തിൽ പങ്കെടുത്ത മക്കളെ, ആഘോഷത്തിൽ പങ്കാളികളായ യുവാക്കളെ, ഈ രാഷ്ട്രീയത്തിന്റെ ഈ ഒഴുക്കിനെ, ഇതിന്റെ തുടർച്ചയെ, ഇതിന്റെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയെ നിങ്ങൾ ഏറ്റെടുക്കണം. റോഡിന്റെ കുഴിയടക്കൽ മാത്രമല്ല രാഷ്ട്രീയം, പാലത്തിന്റെ പുനർനിർമ്മാണം മാത്രമല്ല രാഷ്ട്രീയം, ജനകീയ ആസൂത്രണത്തിന്റെ വാഴത്തെയും കോഴി കുഞ്ഞിനെയും കൊടുക്കുന്ന പണി മാത്രമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന് ഇൻഫർമേഷൻ ടെക്നോളജി എന്നർത്ഥമുണ്ട്, രാഷ്ട്രീയത്തിന് ബയോടെക്നോളജി എന്നർത്ഥമുണ്ട്, രാഷ്ട്രീയത്തിന് ബയോ ഇൻഫർമാറ്റിക്സ് എന്നർത്ഥമുണ്ട്, രാഷ്ട്രീയത്തിന് ആംഫി തിയേറ്റർ എന്നർത്ഥമുണ്ട്, രാഷ്ട്രീയത്തിന് ഇൻഫോർടൈൻമെന്റ് എന്നർത്ഥത്തിലുള്ള പുതിയ മാനങ്ങളുണ്ട്. ആ കാലത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യ രാജ്യത്തെ ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഞ്ചേരി നഗരസഭ ഞങ്ങൾ ഭരിക്കുമ്പോ ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പോളിസി ഉണ്ട്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പിതൃശൂന്യരായ, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ പിതൃശൂന്യരായ, ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലായ്മ എന്ന് നേരെ ചൊവ്വേ പറയും. ഒരു തന്തയില്ലാത്ത ഭരണാവൂല. കേരളപ്പ ഭരിക്കുന്നത് പിതൃശൂന്യന്മാരുടെ ഭരണസംഘമാണ്, തന്തയില്ലായ്മയാണ്. ആ തന്തയില്ലായ്മ ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ ഇത്ര കടുത്ത വാക്ക് ഉപയോഗിക്കുമ്പോ ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുക. RSSന്റെ കാക്കി ട്രൗസറിന്റെ കുറുവടിയുടെ മുന്നിൽ കേരളത്തിന്റെ സ്കൂളിന്റെ കലാലയ മുറ്റത്ത് എഴുതി കൊടുക്കാൻ പിണറായി വിജയെ, നിങ്ങളുടെ ഭരണകൂടത്തെ ഞങ്ങൾ തന്തയില്ലാത്ത ഭരണം എന്നതിനപ്പുറം ഞങ്ങൾ എന്തു പേരാണ് വിളിക്കേണ്ടത്? ഞങ്ങൾ എന്തു പേരാ വിളിക്കേണ്ടത്? അതുകൊണ്ട് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രഹരശേഷി എന്താണ്? ജനാധിപത്യത്തിലെ പ്രഹരശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണലല്ല, ഫേസ്ബുക്കിൽ ഷെയർ കൊടുക്കലല്ല, സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കൊടുക്കലല്ല. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് മഞ്ചേരി നഗരസഭയിലെ പോളിംഗ് ബൂത്തിൽ നിങ്ങളുടെ വിരലിൽ പതിഞ്ഞു കിടന്നിരിക്കുന്ന അടയാളമാണ്. ജനാധിപത്യത്തിലെ ബാലറ്റ് ബയനറ്റിനേക്കാൾ മഞ്ചേരിയുടെ മണ്ണിൽ ഒന്ന് ചേർന്നു കിടന്ന് നിങ്ങൾ കാതുകളൊന്ന് ചേർത്ത് വെച്ചാൽ ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കികളിൽ നിന്ന് കാഞ്ചി വലിച്ചപ്പോ പാഞ്ഞുപോയ വെടിയുണ്ടകളുടെ മുഴക്കങ്ങൾ കേൾക്കും. അത് ബയനറ്റാണ്. ജനാധിപത്യമില്ലാത്ത കാലത്തെ ബയനറ്റിന്റെ ശക്തിയാണ്. 2025 ഞങ്ങളുടെ നേതാക്കൾ ഇതാ ഈ മഞ്ചേരിയിലെ സ്റ്റേജ് പറയുന്നത് എന്താ? കേവലം ആഘോഷം നടത്തി പിരിഞ്ഞു പോകാനല്ല. എന്നെ ഈ വേദിയിലേക്ക് വിളിക്കുമ്പോഴും കണ്ണിയൻ അതാണ് പറഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീരേണ്ടതല്ല ഈ രാഷ്ട്രീയം. ലോകനാഥ് ബെഹ്റയെ വലത്ത്, രമൺ ശ്രീവാസ്തവയെ ഇടത്ത്, വലത്തും ഇടത്തും കുപ്രസിദ്ധരായ 2 പോലീസുകാരെ നിർത്തി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ RSSന് എഴുതി കൊടുത്ത പിണറായി വിജയ തങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ജനവിധിയാണ് കേരളത്തിൽ നടന്നത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയണം. മഞ്ചേരി ലോക്സഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചിട്ടാണ്
ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ മഞ്ചേരിയിലെ മാർക്കറ്റിന്റെ മാത്രം കാര്യം പറഞ്ഞിട്ടല്ല, മഞ്ചേരി നഗരത്തിന്റെ വികസനത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ടല്ല, കാക്കിയുടുപ്പെട്ട പോലീസുകാരൻ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ കാവൽ നിൽക്കേണ്ടതിന് പകരം RSSന്റെ കാര്യവാഹവും പ്രാന്തപ്രചാരകവും ബൗദ്ധിക പ്രമുഖമായി നിങ്ങൾ നടത്തിയ ആലോചനക്കെതിരെ മഞ്ചേരിയിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് ജനങ്ങൾ എറിഞ്ഞ പടക്കമാണ് ഇവിടെ വിജയശ്രീലാളിതരായിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ജയിച്ചു കയറിയത്. ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ മദ്യം കൊടുത്തവരെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തവരെ, 3.5 കോടി മലയാളി മഞ്ചേരിക്കാരെ അറിയോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്തിട്ട് നമ്മൾ പണി തീർത്തല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ കിറ്റിലാക്കി മലയാളിയുടെ പ്രബുദ്ധതയെയും ആലോചനയെയും ഒരു കിറ്റിലാക്കി പറ്റിച്ചു കളയാം എന്ന് ചിന്തിച്ച പിണറായിയുടെ ഭക്തജനസംഘമേ, നിങ്ങൾ ഈ വിധിയെ വിശകലനം ചെയ്യണം. നിങ്ങൾ ഈ വിധിയെ പരിശോധിക്കണം. എന്താണ് ഈ വിധി? ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ്, ഏറ്റവും പുതിയ കണക്ക് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പുതിയ കണക്ക്? കേരളത്തിൽ കള്ളു കുടിക്കാൻ തുടങ്ങുന്ന പ്രായം 12.5 വയസ്സാണ്. നമ്മൾ പല വേദിയിലും ഇത് പറഞ്ഞതാണ്. മലയാളി കള്ളു കുടിച്ചു തുടങ്ങുന്ന പ്രായം 12.5 വയസ്സ്. നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ, തോടിന്റെ, തക്കാളിയുടെ, മുളകിന്റെ വില പറയുന്ന പരിപാടിയാണോ? അല്ല. ഈ നാടിന്റെ നന്മയെ, ഈ നാടിന്റെ സാമൂഹിക ക്രമത്തെ, ഈ നാടിന്റെ സദാചാര ക്രമങ്ങളെ പരിരക്ഷിക്കുന്ന ധർമ്മമാണ് രാഷ്ട്രീയം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു സദാചാര ക്രമമില്ല, അങ്ങനെ ഒരു വിശ്വാസ ക്രമമില്ല, അങ്ങനെ ഒരു ധാർമ്മികമായ അടിത്തറയില്ല. മതമില്ലാത്ത ജീവനാണ്, മതമില്ലാത്ത ജീവനാണ്, ജീവനില്ലാത്ത മതമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ LGBT, ABCD, EFGയെയും തോളിയേറ്റുകയും അത് പുരോഗമനപരമാണ് എന്ന് പറയുകയും ചെയ്യും. 10 കൊല്ലം നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പരിഷ്കാരം എന്താണ്? ആൺകുട്ടികൾ പോലെ പെൺകുട്ടികൾ പാൻറിടണം. അതാണോ മഞ്ചേരിയിലെ പ്രശ്നം? അതാണോ മലപ്പുറത്തെ പ്രശ്നം? അതാണോ കേരളത്തെ പ്രശ്നം? ബാലുശ്ശേരി സ്കൂളിലാണ് ഇവർ ആദ്യം ഇത് നടപ്പിലാക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? ലിംഗനീതിയാണ് എന്ന് പറഞ്ഞത്. ലിംഗനീതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു രമേശൻ മാഷ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയുടെ നേതാവായ രമേശൻ മാഷ് പത്മിനി ടീച്ചറുടെ സാരി ഉടുത്തു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അങ്ങനെയല്ല വരുന്നത്. പിന്നെയോ, പത്മിനി ടീച്ചർ രമേശൻ മാസ്റ്ററുടെ പാന്റ് എടുത്തു വരികയാണ്. ലിംഗനീതിയിൽ പോലും പുരുഷന്മാരെ പോലെ കോലം കെട്ടിക്കുക പെണ്ണുങ്ങളെ. അങ്ങനെ കോലം കെട്ടിച്ച് അത് സാമൂഹിക പുരോഗതിയുടെ അടയാളമാണെന്ന് പറയുക. സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ട പുതിയ സിലബസ് ആണ്. ലോകം പുതിയ ധാരയിലേക്ക് സഞ്ചരിക്കുകയാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിലേക്ക്. എന്താ ലീഗ് എടുത്ത പണി? എന്താ കോൺഗ്രസ് എടുത്ത പണി? ഞങ്ങൾ ഈ നാട് ഭരിക്കുമ്പോ കേരളത്തിന്റെ ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. നമ്മുടെ മക്കളെ മുഴുവൻ ലോകത്തിന് ദാനം ചെയ്തു. കേരളത്തിന്റെ ഏറ്റവും നല്ല കയറ്റുമതി മുതൽ എന്താണ്? ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ആണ്, മാൻ പവർ ആണ്, ഗിഫ്റ്റഡ് മാൻ പവർ ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയെ പരിശീലിപ്പിക്കുക, മനുഷ്യ വിഭവശേഷിയെ പരിശീലിപ്പിച്ച് ലോകത്തിന് കൊടുക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, അറബിയുടെ അടുക്കളയിൽ പാത്രം കഴുകിയ നാണയത്തുട്ടുകൊണ്ട് ജീവിച്ച ഒരു തലമുറയുടെ പിൻഗാമികൾ ഇന്നെങ്ങനെയാണ് ജീവിക്കുന്നത്? അബുദാബിയിലെ, ദുബായിലെ, ഷാർജയിലെ, ലോകത്തിലെ ഗൾഫ് രാജ്യങ്ങളിലെ, യൂറോപ്യൻ നാടുകളിലെ മുഴുവൻ ബ്യൂറോക്രാറ്റുകൾ നമ്മുടെ മലയാളി കുട്ടികളാണ്. ടെക്നോക്രാറ്റുകൾ നമ്മുടെ കുഞ്ഞുമക്കളാണ്. ലോകത്തിലെ മുഴുവൻ ഗവേഷകന്മാർ നമ്മുടെ മക്കളാണ്. മലപ്പുറത്തിന്റെ അവസാനത്തെ, മലപ്പുറത്തിന്റെ പെൺ പ്രതീകത്തിന്റെ ചിത്രം എന്താണ്? നിങ്ങൾ ഓർക്കണേ. മഞ്ചേരി മുനിസിപ്പാലിറ്റി തോറ്റാൽ, മലപ്പുറം മുനിസിപ്പാലിറ്റി തോറ്റാൽ ലീഗ് തോറ്റു എന്ന് നേരെ ചൊവ്വേ പറഞ്ഞാൽ മതി. അതിന് പകരം CPM എല്ലാ കാലത്തും പറഞ്ഞതെന്താ? ലീഗ് തോറ്റു നിങ്ങൾ പറയാറില്ല, UDF തോറ്റു എന്നല്ല നിങ്ങൾ പറയാറുള്ളത്. തങ്ങന്മാരുടെയും മൊയ്ലിയാക്കന്മാരുടെയും കാലം കഴിഞ്ഞു, അങ്ങനെ പറയാറുള്ളത്. ഞങ്ങൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ രാഷ്ട്രീയം പറയുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുന്നത്? മാർക്സിസ്റ്റുകാരാ, നിന്റെ പിന്തിരിപ്പത്തരത്തിന്റെ കട്ടൻ ചായയെയും നിന്റെ പിന്തിരിപ്പത്തരത്തിന്റെ നിന്റെ പരിപ്പുവടയും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് പുരോഗമന കാലത്തിന്റെ പുതിയ തലമുറയുടെ ഷവായയും ഷവർമയും ജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അലങ്കാരത്തിൽ പറയാം. അതൊരു മതവിദ്വേഷത്തിന്റെ പരാമർശമല്ല. പക്ഷെ ലീഗിന്റെ സ്ഥാനാർത്ഥി കോണിയിൽ തോൽക്കുമ്പോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ തോൽക്കുമ്പോ, മലപ്പുറത്തെത്തുമ്പോ നിങ്ങളുടെ വർത്തമാനത്തിന്റെ വഴി മാറും. എന്നിട്ട് നിങ്ങൾ പറയും തങ്ങന്മാരുടെ കാര്യം കഴിഞ്ഞിരിക്കുന്നു, മൈലേക്കന്മാരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി ടീച്ചർ ഒരു പരിധി കൂടി കടന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മഞ്ചേരിയിലും മലപ്പുറത്തും സാമ്പാർ കെട്ടി CPM UDF നേരിട്ടപ്പോ
നമ്മളുടെ പാദങ്ങളൊന്ന് പതറിയപ്പോ, തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗ്രാഫ് ഒന്ന് താഴ്ന്നപ്പോ, നിങ്ങൾ ഓർക്കുന്നില്ല EMS പറഞ്ഞത്, ശ്രീമതി ടീച്ചർ പറഞ്ഞത്, ശൈലജ ടീച്ചർ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മലപ്പുറത്തെ പെണ്ണുങ്ങൾ പർദ്ദയടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മലപ്പുറത്തെ പെണ്ണുങ്ങള് ഹിജാബിന്റെ കുത്തഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നഗരസഭയിലെ 1-ാം വാർഡിലെ ലീഗ് തോൽക്കുന്നതും പർദ്ദയടിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് ബന്ധം? ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ വർത്തമാനം അതാണ്. Whether you believe or not, നിങ്ങൾ വിശ്വസിച്ചാലും ഇഷ്ടമില്ലെങ്കിലും, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഞങ്ങൾ പറയട്ടെ, മലപ്പുറം ഈ പുരോഗതി നേടുമ്പോ എന്തൊക്കെ അപവാദ പ്രചാരണങ്ങളായിരുന്നു, എന്തൊക്കെ അപവാദ പ്രചാരണങ്ങൾ! ഈ നാട് പുരോഗമിക്കുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയം ഔട്ട്ഡേറ്റഡ് ആകും എന്ന് പറഞ്ഞില്ലേ വിനാശത്തിന്റെ പ്രവാചകന്മാർ. പക്ഷെ മലപ്പുറത്തിന്റെ അവസാനത്തെ പ്രതീകം എന്താണ്? മലപ്പുറത്തെ ജുമാനയുണ്ട്. ഇവിടെ 19 വയസ്സുള്ള പെൺകുട്ടി കമേഴ്ഷ്യൽ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസുമായിട്ട് നിൽക്കുന്നുണ്ട്. ഉസ്താദ് ഖതീബാണ്, ഉമ്മയോ പർദ്ദയിട്ട ഒരു നാടൻ വീട്ടമ്മയാണ്. ഖതീബായ ഉസ്താദിന്റെ മോള്, നാടൻ പർദ്ദയിട്ട ഉമ്മാന്റെ മോള് വിമാനം പറപ്പിക്കാൻ കോക്പിറ്റിലേക്ക് പോകുമ്പോ കൊട്ടിപ്പിടിച്ച് വാപ്പ അവളെ യാത്രയാക്കുമ്പോ ചേർത്ത് പിടിച്ച് ഉമ്മ അവളുടെ കവിളിൽ മുത്തം കൊടുക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ പെൺകുട്ടി പർദ്ദയിട്ടുകൊണ്ട് തന്നെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് പൈലറ്റിന് കൊടുക്കുന്ന സന്ദേശം ഹിജാബിനകത്തു തീരിയ ഇയർഫോണിലൂടെ ആ കുട്ടി സ്വീകരിക്കുകയാണ്. പൈലറ്റിന്റെ ഇയർഫോൺ ചെവിയിലും വിശ്വാസത്തിന്റെ ഹിജാബ് ശിരസിലും സൂക്ഷിച്ചുകൊണ്ട് ഈ തലമുറ മുന്നോട്ട് പോകും. ബയോടെക്നോളജിയും മൈക്രോബയോളജിയും ബയോ ഇൻഫർമാറ്റിക്സും ഞങ്ങൾ ചേർത്ത് പിടിക്കുമ്പോ വിശ്വാസത്തിന്റെ ആടയാഭരണങ്ങൾ താഴെ വെക്കാതെ ഈ യാത്ര ഞങ്ങൾ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുമെന്ന് ഊക്കോട് പറയാൻ ഞങ്ങൾ എന്തൊക്കെ കണ്ടു, നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മുടെ മനസ്സു കലങ്ങിയ ഏറ്റവും വലിയ പിണറായി വിജയന്റെ ഭരണകാലത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പലുടെ വർത്തമാനം നിങ്ങൾ മറന്നോ? അത് മറക്കൂല. വിജയശ്രീലാളിതയെ പോലെ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ആ സ്കൂളിലെ കുട്ടിനെ ബഹിരാകാശത്തേക്ക് വിടുന്ന മാതിരിയാണ് ടീച്ചറുടെ പ്രഖ്യാപനം. 10 സെന്റൻസ് ആണ് പത്രക്കാരോട് പറഞ്ഞത് ഇംഗ്ലീഷില്. 10-ൽ 8 തെറ്റാണ്. എന്നോട് ആരോ പറഞ്ഞു, ആ സ്കൂളിൽ ഇങ്ങോട്ട് ഫീസ് തരാന്ന് പറഞ്ഞാൽ പോലും എന്റെ മോളെ ഞാൻ ആ സ്കൂളിൽ ചേർക്കൂല. എന്താ വന്ന് പറഞ്ഞത് പത്രക്കാരോട്? ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടിയെ പുറത്താക്കിയിരിക്കുന്നു. ടീച്ചറെ, മാർക്ക് കുറവുണ്ടോ? ഇല്ല. ഡിസിപ്ലിനറി പ്രശ്നമുണ്ടോ? ഇല്ല. നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപഖ്യാതി ഉണ്ടാക്കിയോ? ഇല്ല. മയക്കുമരുന്നിലോ മറ്റെന്തെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടോ? ഇല്ല. പിന്നെന്തിനാണ് നിങ്ങൾ TC കൊടുത്ത്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഗെറ്റ് ഔട്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞത്? സ്കൂളിന്റെ പ്രിൻസിപ്പൽ പറയാണ്, ആ കുട്ടി പർദ്ദയിടുന്നു, ആ കുട്ടി തലയിൽ തട്ടടുന്നു മാത്രല്ല പറഞ്ഞത്, ആ കുട്ടിയുടെ തലയിലെ തട്ടം കാണുമ്പോ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് ഭീതിയാണ്. മഞ്ചേരിക്കാരെ, തെരഞ്ഞെടുപ്പിന്റെ ആഘോഷം നടക്കുമ്പോ, തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10-20 കൊല്ലം മുമ്പ് ആൾക്കാരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വലിയ പാടായിരുന്നു. നമ്മളൊക്കെ ഒരു പൊട്ടന്മാരായിരുന്നു. പാണക്കാട്ട് തങ്ങളും മുസ്ലിം ലീഗും കോൺഗ്രസും നമ്മൾ UDF എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാഹസമായിരുന്നു. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മളൊരു ID കാർഡിന് ആളുകളെ സമീപിക്കുമ്പോ ഈ ചേർക്കാൻ ചെല്ലുന്നവർക്ക് എന്തോ റേഷൻ കടയിൽ നിന്ന് 5 കിലോ പഞ്ചാര ഇയാളുടെ വോട്ട് ചേർത്താൽ കിട്ടുമെന്ന മട്ടിലായിരുന്നു വോട്ട് ചേർക്കുന്നവൻ. മറ്റോൻ ഇത് പോയിട്ട് ചെയ്യേണ്ട ആളാണ്. എന്നിട്ട് UDFന്റെ യൂത്ത് ലീഗുകാരൻ പെരെ ചെല്ലാണ്, യൂത്ത് കോൺഗ്രസ്സുകാരൻ വീട്ടിൽ ചെല്ലാണ്. അപ്പൊ വീട്ടുകാർക്ക് ഇതൊക്കെ എടുത്തൊടുക്കുമ്പോ എന്തോ ഒരു ഔദാര്യം, അതപ്പറ്റി വന്നതല്ലേ പിടിച്ചോ എന്ന മട്ടിലായിരുന്നു. ഇപ്പോഴോ സർട്ടിഫിക്കറ്റ് അട്ടിക്ക് വെച്ചതാണ്. ഒരു പെരേന്ന് ചോദിക്കാണ്, ആധാർ കാർഡ് തന്ന്, ആധാരം തന്ന്, അതൊന്നും ആവശ്യമില്ല, എന്നാലും തന്ന് ബേജാറുകൊണ്ടാണ് ഒക്കെ തന്നിട്ട് ലാസ്റ്റ് ചോദിക്കാണ് USSന്റെ LSSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വണ്ടി വന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ. അവിടെ എത്തി. നല്ല കാര്യമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെ ഇത് മനസ്സിലായിട്ടുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശിരസിലെ വസ്ത്രമാണ്, നിങ്ങളുടെ വേഷമാണ്, അടുക്കളയിലെ ഭക്ഷണമാണ്, ഉടുക്കുന്ന മുണ്ടില്, ഉണ്ണുന്ന ഭക്ഷണത്തില്, ശ്വസിക്കുന്ന ശ്വാസത്തില് വർഗീയതയുടെ വൈറസുകൾ കയറി വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മഞ്ചേരി നഗരസഭ UDF ഭരിക്കുമ്പോ ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പ്രിൻസിപ്പൽ ഉണ്ട്. ഈ നഗരസഭയിലെ റോഡ് നന്നാക്കല് രണ്ടാമത്തെ കാര്യമാണ്. ഈ നഗരസഭയുടെ നഗരം വികസിപ്പിക്കല് രണ്ടാമത്തെ കാര്യമാണ്. ഈ നഗരസഭയിലെ വിളക്കുകാലുകള് രണ്ടാമത്തെ കാര്യമാണ്. ഈ നഗരസഭയിലെ കുടിവെള്ളം രണ്ടാമത്തെ കാര്യമാണ്.
എന്താണ് മഞ്ചേരി നഗരസഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാമത്തെ കാര്യം? ജനങ്ങളെ പിരിഞ്ഞു പോകല്ലേ. നിങ്ങളെ ഒട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമല്ല, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ക്യൂ നിന്ന പോലെ നിൽക്കണേ. മനസ്സിൽ അങ്ങനെ ഒരു ക്യൂ ഉണ്ടാക്കണേ. ആ ക്യൂവിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകല്ലേ. പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് നിന്ന് നിങ്ങൾ ആലോചനയെ പറിച്ചു നടല്ലേ. നിങ്ങൾ നിങ്ങളുടെ വ്യാപാരത്തിലേക്കും ജോലിയിലേക്കും പോയിക്കോ. പക്ഷെ പോളിംഗ് ബൂത്ത് ഔട്ട് ഓഫ് സിലബസ് ആകരുത്. രാഷ്ട്രീയം ഔട്ട് ഓഫ് സിലബസ് ആകരുത്. നഗരസഭ ഔട്ട് ഓഫ് സിലബസ് ആകരുത്. നിയമസഭ ഔട്ട് ഓഫ് സിലബസ് ആകരുത്. പാർലമെന്റും അസംബ്ലിയും നഗരസഭയും നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾ നെഞ്ചിൽ കൊണ്ടു നടക്കണം. കാരണം എന്താ? വീട് നന്നാക്കാൻ നിങ്ങൾ മതി. നാട് നന്നാക്കാനോ രാഷ്ട്രീയക്കാരോ ഉത്തരവാദിത്തമാണ്. നാട് നന്നാക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മഞ്ചേരി നഗരസഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം? ഞാൻ പറഞ്ഞു, വിളക്കുകാലും റോഡും തോടും ഒന്നുമല്ല. അത് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോ, അഹമ്മദ് സാഹിബ് വിദേശകാര്യ മന്ത്രി ആകുമ്പോ, കുഞ്ഞുഞ്ഞു മുഖ്യമന്ത്രി ആകുമ്പോ, കുഞ്ഞാപ്പ നമ്പർ 2 ആകുമ്പോ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് 1ഉം 2ഉം 3ഉം. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? മഞ്ചേരി നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസാരഥിക്ക് ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടൂ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നേതാവുണ്ട്. ഈ നഗരസഭ ഒരു റിമോട്ട് കൺട്രോളിലാണ് പ്രവർത്തിക്കുക. രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്കൽ റിമോട്ട് കൺട്രോൾ. ആ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. നാളെ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ സ്റ്റേജും ഇതിന്റെ മൈക്കും ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. ഇടതുപക്ഷക്കാരെ, നിങ്ങൾ അങ്ങനെ ഒരു നേതാവിനെ പറയോ? ഞങ്ങൾ പറയും, മഞ്ചേരിയിലെ വാർഡിലും മഞ്ചേരിയിലെ നിയമസഭയിലും മഞ്ചേരിയിലെ ലോക്സഭയിലും ഞങ്ങളുടെ റിമോട്ട് കൺട്രോൾ ഒരാളുടെ കയ്യിലാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ മാനസപുത്രന്റെ കയ്യിലാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലീഡർ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ഒന്ന് പറ. അതുകൊണ്ട് മഞ്ചേരിയിൽ ഈ കൗൺസിലർമാർക്ക് വോട്ട് ചെയ്തവരെ, രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിനാണ് നിങ്ങളുടെ വിരലിലേക്ക് ചതിക്കാതെ, വഞ്ചിക്കാതെ, വോട്ടിംഗ് ബൂത്തിൽ പോയിട്ട് മുനാഫിക്കിന്റെ പണിയെടുക്കാതെ, നാട്ടിൽ പുഞ്ചിരിച്ച് നടന്നിട്ട് വാർഡിലുള്ള സോഫ്റ്റ് കോർണറിൽ വോട്ട് കളയാതെ, അഭിമാനത്തോടെ, അന്തസ്സോടെ, സത്യസന്ധതയോടെ കോണിക്കോട്ട് ചെയ്തവരുണ്ടോ? നിങ്ങൾ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തവരുണ്ടോ? നിങ്ങൾ ചെയ്ത വോട്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വല്ലാഞ്ചിറ മജീദ് സാഹിബ് അടക്കമുള്ള ഇതിന്റെ പ്രതിനിധികൾക്ക് മാത്രമല്ല, ആ വോട്ടിന്റെ ധാർമ്മികമായ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന പിന്തുണയാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്താണ്? എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഈ രാജ്യത്തിന്റെ തെരുവിലൂടെ രാഹുൽ ഗാന്ധി നടക്കുമ്പോ എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്ത് മോഡി പാലുണ്ടാക്കിയില്ലെന്നാ, ഇന്ത്യ രാജ്യത്ത് മോഡി റോഡ് ഉണ്ടാക്കിയില്ലെന്ന, ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ വിളക്കുകാല് കത്തിച്ചില്ലെന്ന. 5000 കിലോമീറ്റർ മനുഷ്യൻ നടക്കുകയാണ്. രോഹിത് വെമുലയുടെ അമ്മ വന്നിട്ട് പൊട്ടിക്കരയുകയാണ്, എന്റെ മോനെവിടെ? രാധിക വെമുല. രാഹുൽ ഗാന്ധി പറഞ്ഞു, അമ്മേ എന്റെ പേരാണ്, മൈ നെയിം ഈസ് രോഹിത് വെമുല, രാധിക വെമുല എന്ന് പറയുന്ന അമ്മയുടെ മുന്നില്, അമ്മേ നിങ്ങൾ കരയണ്ട, ഞാൻ നിങ്ങളുടെ മകനാണ്, എന്റെ കണ്ണിലേക്കൊന്ന് നോക്ക്, ഞാൻ നിങ്ങളുടെ രോഹിതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോ രാധിക വെമുലയെ പോലെ വേറൊരു ഉമ്മ പൊട്ടിക്കരയുകയാണ്, എന്റെ മകൻ നജീബ് അവിടെ, ഞാൻ നജീബിന്റെ ഉമ്മയാണ്. നജീബിന്റെ ഉമ്മയോട് രാഹുൽ പറയുന്നു, ഉമ്മ നിങ്ങൾ കരയണ്ട, നിങ്ങൾ എന്റെ കണ്ണിലേക്ക് നോക്ക്, ഞാൻ നിങ്ങളുടെ നജീബാണ്. RSSന്റെ തൂക്കുകയറിൽ ജീവൻ എറിഞ്ഞുടക്കേണ്ടി വന്ന രോഹിത് വെമുല, RSS ഭീകരന്മാരുടെ മുന്നിൽ എവിടെയെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈ രണ്ട് ഉമ്മമാരുടെ മുന്നിൽ രാഹുൽ ഗാന്ധി പോയി നിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് 2 പ്രശ്നമാണുള്ളത്. എന്താണ് ആ പ്രശ്നം? ഒന്ന്, നഫ്രത്ത് കി ബസാർ, മുഹബ്ബത്ത് കി ദുകാൻ. രാജ്യത്ത് RSS തുറന്നു വെച്ചിരിക്കുന്ന വെറുപ്പിന്റെ കടയാണ്. 2, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ കടയാണ്. അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കാൻ പോകുമ്പോ ഞങ്ങളൊരു കടയുടെ ഉദ്ഘാടനം നടത്തുകയാണ്. അത് മുഹബ്ബത്ത് കി ദുകാനാണ്, നഫ്രത്ത് കി ബസാർ അല്ല. ഈ രാജ്യത്തിൽ RSSന്റെ വെറുപ്പിന്റെ വിപണിയെ അടച്ചുപൂട്ടാൻ സ്നേഹത്തിന്റെ കട തുറന്നു വെക്കുകയാണ് ഞങ്ങൾ മഞ്ചേരിയിൽ. മഞ്ചേരിക്കാരെ, ഈ സ്നേഹത്തിന്റെ കടയിൽ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ് വോട്ട് ചോരിക്കെതിരെയുള്ള ഉറപ്പാണ്. മഞ്ചേരി നഗരസഭയുടെ ഒന്നാമത്തെ പ്രൈം കൺസേൺ SIRന്റെ പിന്നില് പിണറായി വിജയനും നരേന്ദ്രമോദിയും അണ്ടർസ്റ്റാൻഡിംഗ് നടത്തിയിട്ട് ഈ നാട്ടിലെ മനുഷ്യന്മാരെ പറിച്ചറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭ കൊടുക്കുന്ന ഉറപ്പ്, ഈ നഗരസഭക്കകത്ത് ആരൊക്കെ മനുഷ്യരായി ഇവിടെ ജനിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ നഗരസഭയുടെ ഉള്ളിൽ തന്നെ മരിക്കാനുള്ള അവകാശമാണ്. അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സൊല്യൂഷൻ. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട. ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട അതാണ്. RSSന്റെ സിലബസ് വരാതിരിക്കുക. PM ശ്രീയിൽ ഒപ്പിട്ടോ,
ഒരു ബ്ലോക്ക് ഡിവിഷനിൽ ഒരു നഗരസഭാ പരിധിയിൽ 2 സ്കൂള് RSSന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ പിരിഞ്ഞു പോകല്ലേ, സമ്മേളനം പിരിഞ്ഞു പോകല്ലേ എന്നല്ല ഞാൻ പറഞ്ഞത്. ജനങ്ങളെ മനസ്സിൽ നിന്ന് രാഷ്ട്രീയം പിരിഞ്ഞു പോകല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഏർപ്പാടിലേക്കും കല്യാണത്തിലേക്കും പോയിക്കോ. പക്ഷെ കല്യാണ പന്തലിൽ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ നടത്തേണ്ടുന്ന ചർച്ച PM ശ്രീയെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ ക്ലബ്ബുകളിലെ തമാശ വർത്തമാനങ്ങൾക്കിടയിൽ നിങ്ങളുടെ ആലോചനയിലൂടെ വോട്ട് ചോരി കടന്നു പോകണം. അങ്ങനെ വരുമ്പോ ഞങ്ങൾ പറയും, PM ശ്രീയുടെ പേരിൽ നിങ്ങൾ 2 സ്കൂളില് മുനിസിപ്പാലിറ്റിയിൽ എഴുതി കൊടുക്കുമ്പോ, ബ്ലോക്ക് ഡിവിഷനിൽ എഴുതി കൊടുക്കുമ്പോ, ഇതാ മഞ്ചേരി നഗരസഭയിലെ അംഗങ്ങളെ സാക്ഷിയാക്കി പറയാണ്, ഒരു നരേന്ദ്രമോദിക്കും ഒരു RSSകാരനും മഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളെ RSSന്റെ ശാഖയാക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന പ്രമേയമാണ് ഞങ്ങൾ പാസാക്കാൻ പോണത്. അതുകൊണ്ട് തെരുവില് അങ്ങാടിയിൽ സിന്ദാബാദ് വിളിച്ചിട്ടോ, പള്ളി കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കിയിട്ടോ, ക്ഷേത്ര കമ്മിറ്റിയിൽ എന്താ പറയാ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥന നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്? ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറണം. മുള്ളിനെ മുള്ളോണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ മുള്ളു എന്നല്ല അതിന്റെ അർത്ഥം. നരേന്ദ്രമോദിയും RSSും ഈ രാജ്യം ഭരിക്കുന്നത് വോട്ടിലൂടെയാണെങ്കിൽ, ബാലറ്റിലൂടെ നമ്മളത് പ്രതിരോധിക്കും. അപ്പോൾ മഞ്ചേരി നിനക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ, ബയണറ്റാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ബയണറ്റിലൂടെ പ്രതിരോധിച്ച വാരിയംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ പേരക്കുട്ടികളാണ് മഞ്ചേരി നഗരസഭ ഭരിക്കാൻ പോണത്. ബയണറ്റാണെങ്കിൽ ബയണറ്റിന്റെ മുന്നിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ഷൂസ് തക്കിയിട്ടില്ല, ഞങ്ങൾ ബ്രിട്ടീഷുകാരന്റെ നെഞ്ചിന് നേരെ നിവർന്നുന്ന മനുഷ്യരാണ്. മഞ്ചേരിയിലെങ്കിലും നമുക്കത് പറഞ്ഞൂടെ? അതുകൊണ്ട് ബാലറ്റിന്റെ കാലത്ത് ബാലറ്റ്, ബയണറ്റിന്റെ കാലത്ത് ബയണറ്റ്. മഞ്ചേരി നഗരസഭ 2025 പ്രഖ്യാപിക്കുന്നത് അതാണ്. ബയണറ്റിന്റെ കാലത്തിൽ വാരിയംകുന്നത്ത് കുഞ്ഞമ്മദാജിയാണ് ഈ തലമുറയുടെ നായകൻ. ഒറ്റുകാരായിരുന്നില്ല. ചേക്കുട്ടി പോലീസിന് സിന്ദാബാദ് വിളിച്ചിട്ടില്ല, വാരിയംകുന്നത്ത് കുഞ്ഞമ്മദാജിക്ക സിന്ദാബാദ് വിളിച്ചത്. അങ്ങനെയെങ്കിൽ 2025 നമ്മൾ ബാലറ്റാണ് ആയുധമെങ്കിൽ ആ ബാലറ്റ് ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇന്നും ആ സെന്റ് റീത്ത സ്കൂളിലെ കുട്ടി പുറത്താണ്. ഇവൻ ഈ ഡയലോഗും വർത്താനൊക്കെ പറയുമ്പോ ആ കുട്ടി പുറത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 6ാം ക്ലാസ് വരെ സ്കൂളിലേക്ക് പോകാൻ ബാഗിലെ ഈ കുട്ടിയുടെ തലയിലെ മുണ്ടുണ്ടായിരുന്നു, ഷോൾ ഉണ്ടായിരുന്നു. സ്കൂളിൽ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും കഴിഞ്ഞപ്പോ ആ കുട്ടിയുടെ മനസ്സ് വിഷമിച്ചു. എന്തുകൊണ്ട് എനിക്കതൊന്ന് ഇട്ട് പോയിക്കൂടാ എന്നാലോചിച്ച് അതിട്ടപ്പോ സ്കൂളിൽ രാവിലെ എല്ലാവരും അസംബ്ലിക്ക് വന്നിട്ട് ചോളിക്കെ പീച്ചെ ക്യാ ഹെ എന്ന് മാഷ് പാട്ട് ഓൺ ചെയ്യും. ഇപ്പൊ ടീച്ചറും മാഷും കുട്ടികളൊക്കെ കൂടി ഡാൻസ് ഓടണം അല്ലേ? അതായിരുന്നു ഇവിടെ എന്താണ് ഫ്ലാഷ് മോബ്. സ്കൂളിലെ എക്സർസൈസിന്റെ പേരിൽ ഫ്ലാഷ് മോബ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ TK അഷ്റഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അതിനെതിരെ പ്രതികരിച്ചപ്പോ ഞൊടിയിടയിൽ നടപടിയാണ്. അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തപ്പോ സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട പെൺകുട്ടി, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് UDFന്റെ കൈക്കരുത്ത് കൊണ്ട് മാത്രമല്ല. നമ്മൾ ബദറില് മലക്കിറങ്ങി എന്ന് പറയും. ഞാൻ അയ്യപ്പ പാട്ടിനൊക്കെ അങ്ങനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മനുഷ്യന്മാര് മാത്രമല്ല മലക്കുകളും പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പിണറായി വിജയനെ അറിയാനുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ്. നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നതിനൊക്കെ പരിമിതി ഉണ്ട്, നമുക്കതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ കണ്ണുനീര്, ആ വാപ്പ വന്നിട്ട് എന്താ പറഞ്ഞത്, ഇനി ഞാൻ എന്റെ സ്കൂളിലേക്ക് വിടുന്നതിന് എന്റെ മോളിരുന്ന് കരയാണ്. തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട പെൺകുട്ടിയെ മംഗലാപുരത്ത് പോയി കണ്ടോനാ ഞാൻ, യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ കണ്ടോനാ ഞാൻ. പക്ഷെ മഞ്ചേരിക്കാരെ, കേരളത്തിൽ പോലും നമുക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണേണ്ടി വന്നു എങ്കിൽ പിണറായി വിജയന്റെ ഭരണകൂടം, ആ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള പോരാട്ടമാണ്, ആ താഴെ ഇറക്കാനുള്ള ധാർമ്മികമായ സമരമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ശക്തമായ ചുവടുവെപ്പാണ്. ആ ചുവടുവെപ്പിൽ മഞ്ചേരി നഗരസഭയുടെ ഭാഗധേയം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഞാൻ ഇവിടുത്തെ ഒരു കുടുംബസംഗമത്തിൽ, സുബൈദാത്തന്റെ വാർഡിലാണ് ഞാൻ കുടുംബസംഗമത്തിൽ വന്നത്. UDFന്റെ പ്രവർത്തകർ എന്നോട് പറഞ്ഞത് പേടിയൊന്നുമില്ല, ഒരു ചെറിയ ഭയം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഭൂരിപക്ഷം ചോദിക്കുമ്പോ 200 ചില്ലാൻ വോട്ടിനാണ് സുബൈദാത്ത ആ വാർഡിൽ നിന്ന് LC, അതും സാധാരണ സ്ഥാനാർത്ഥിയൊന്നുമല്ല, ബ്രാഞ്ച് സെക്രട്ടറിന്റെ ഭാര്യയാണ് അല്ലേ ബ്രാഞ്ച് സെക്രട്ടറിന്റെ ഭാര്യ എന്ന് പറഞ്ഞ വീട്ടിലെ അടുക്കളയിലെ ഭക്ഷണത്തിൽ വരെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ ചായയും ചോറും തിന്നുന്ന പെരേന്നുള്ള സ്ഥാനാർത്ഥിയെ ചെവിക്ക് പിടിച്ച് വലിച്ചെറിഞ്ഞിട്ടാണ്
പ്രിയപ്പെട്ട സുബൈദാത്തയെ പോലുള്ള സ്ഥാനാർത്ഥികൾ ഈ വേദിയിൽ ഇരിക്കുന്നതെങ്കിൽ ഈ നഗരസഭയും നെഞ്ചു വിരിച്ചു പറഞ്ഞിട്ടുള്ളത് കേരളം വർഗീയതയുടെ കൂടെയില്ല, കേരളം തീവ്രവാദ ചാപ്പയുടെ കൂടെയില്ല, മലപ്പുറത്തിനെതിരെയുള്ള അപവാദ പ്രചാരണത്തിന്റെ കൂടെ കേരളമില്ല. മലപ്പുറത്ത് ആന ചെരിഞ്ഞാലും ഗണപതിയെ കൊന്നു എന്നാ പറയാ. മലപ്പുറത്തുള്ള ഏത് വാർത്തകളെയും വിവാദമാക്കുക. ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് മലപ്പുറത്തെ കുറിച്ച് സ്പെഷ്യൽ ഇന്റർവ്യൂ കൊടുക്കുക. ലീഗേരെ കോൺഗ്രസ്സുകാരെ അതൊക്കെ മറക്ക്. മലപ്പുറത്തുകാരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ മലപ്പുറത്തുകാരെ, മഞ്ചേരിക്കാരെ ഞങ്ങൾ ചോദിക്കട്ടെ. ലീഗിനെതിരെ പറയുമ്പോ, കോൺഗ്രസിനെതിരെ പറയുമ്പോ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. പക്ഷേ മലപ്പുറത്തെ കരിപ്പൂരിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സ്വർണം രാജ്യദ്രോഹത്തിന്റെ സ്വർണമാണ്. മലപ്പുറത്തെ കരിപ്പൂരിൽ ഇറങ്ങുന്ന സ്വർണം തീവ്രവാദത്തിന്റെ സ്വർണമാണ്. എന്തേ നെടുമ്പാശ്ശേരിക്ക് ആ സ്കെയില് പാകാവുന്നില്ല? എന്തേ കണ്ണൂരിലേക്ക് ആ സ്കെയില് പാകാണില്ല? എന്തേ തിരുവനന്തപുരത്തേക്ക് ആ സ്കെയില് പാകാവുന്നില്ല? മലപ്പുറത്തിനെതിരെയുള്ള ക്യാമ്പയിൻ അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിന്റെ സകലമാന സാധ്യതകളുടെയും പഴുതടച്ച് കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് സിരകളിൽ നിന്ന് മലയാളി ഉറക്കെ വിളിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ്. 2026 ഈ ജാഗ്രതയോടെ, ഈ സൂക്ഷ്മതയോടെ നമ്മൾ 2026 പോളിംഗ് ബൂത്തിലേക്ക് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം ആസാദി എന്നതാണ്. RSS ആസാദി, മനുവാദ് സേ ആസാദി. മഞ്ചേരിയല്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് മഞ്ചേരി എന്നീ നാട്ടുകാർ തിരിച്ചറിഞ്ഞ സമയത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ RSS ആസാദി, മനുവാദ് സേ ആസാദി എന്ന മുദ്രാവാക്യം വിളിച്ച് 2026 മലയാളത്തിന്റെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ കേരളത്തെ തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സെമി ഫൈനലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുക. എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് UDF.